എവ്രിവൺ, ഞങ്ങളുടെ ഒരു ചെറിയ സാറ്റർഡേ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? വാ. ഈ മരം കാണുന്നില്ലേ? അതെന്താണെന്നറിയോ? UK ഓട്ടം മാറി വിൻ്റർ വന്നതുകൊണ്ട് നമ്മുടെ മരങ്ങളൊക്കെ ഗീവ് അപ്പ് ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ വൈശുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു. ആൻഡ് ഈ കുട്ടി എന്താ തിരിഞ്ഞു പോലും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്നതെന്നല്ലേ? അതിൻ്റെ ഉത്തരമാണ് ദേ ആ കാണുന്നത്, ഈ യെല്ലോ ലൈറ്റ്. ഈ യെല്ലോ ലൈറ്റുള്ള സീബ്ര ലൈൻ ആണെങ്കിൽ നമുക്കാണ് പ്രയോറിറ്റി. നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്, അല്ല പക്ഷേ? അപ്പം ഇന്ന് ഞങ്ങളുടെ രണ്ടാളുടെയും കപ്പിൾസ് മുടിവെട്ടൽ ഡേ ആണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുള്ള ഒരു കാര്യമാണ് ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഈ രാജ്യത്ത് എത്ര വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഒരു ഈസി കമ്മ്യൂട്ടേഷന് വേണ്ടി എത്ര നന്നായി പ്ലാൻ ചെയ്ത് ബസ് സ്റ്റേഷനും ഈ ട്രെയിൻ സ്റ്റേഷനും എല്ലാം ഒരേ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതെന്നുള്ളത് ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമല്ലേ അത്? അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പതിവ് പോലെ തന്നെ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ആ ഒരു ടെൻഷനാണ്, അല്ലെങ്കിൽ ആ ഒരു വൈക്ലഭ്യമാണ് എൻ്റെ മുഖത്ത് കാണാനുള്ളത്. എന്നാലും വൈശ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങളും സംസാരിച്ച് വരുവാണ് എന്നുള്ളൊരു എക്സ്പ്രഷനാണ് എനിക്കെങ്കിലും കാര്യമായി ഒന്നും തന്നെയില്ല. സ്ഥിരം തള്ളുകളും ബാക്കി കുറച്ച് കഥകളും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങളൊരു സത്യം തിരിച്ചറിയുന്നത്. ദേ കിടക്കുന്നു ഞങ്ങൾക്ക് പോകാനുള്ള ഞങ്ങളുടെ ട്രെയിൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളൊരു ഓട്ടമായിരുന്നു. കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഞങ്ങളൊന്ന് ഓടി നോക്കി. അവിടെ അടുത്തെത്തിയപ്പം കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രെയിനിലേക്ക് കയറാനുള്ള ഒരാളേ അല്ല എന്നുള്ള രീതിയിൽ ഞാൻ മാറി നടന്നു. അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത ട്രെയിൻ കിട്ടി. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫൈനലി എത്തിയിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ മുടിവെട്ട് കേന്ദ്രം. ആദ്യം തന്നെ വൈശുവിനൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ എങ്ങനെ ഏത് സ്റ്റൈലിൽ കട്ട് ചെയ്യണം എന്നുള്ളൊരു വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് വൈശുവിന് ആപ്റ്റായ ഒരു സ്റ്റൈലും ഫൈനലൈസ് ചെയ്ത് എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. എൻ്റെ മുഖത്തൊരു ചെറിയ ടെൻഷൻ കാണാനില്ലേ? ബിക്കോസ് ഞാനൊരു പുതിയ സ്റ്റൈൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. കുറേ നാളുകളായി ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈല് പരീക്ഷിച്ചിട്ട്. ടു ബി ഫ്രാങ്ക്, ഇത്രയും മീഹു ഒരു സ്റ്റൈൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ആൻഡ് എൻ്റെ മുടിയിനോട് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നെ സ്റ്റൈൽ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ പേരാണ് ഡയാന. ആൻഡ് ഷീസ് റിയലി അമേസിങ്. എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നത്. ആൻഡ് ഡയാന വാസ് ടോക്കിംഗ് അബൌട്ട് ദ സ്കേറി സിറ്റുവേഷൻസ് ഇൻ യുക്രൈൻ ആൻഡ് UK വരാനുണ്ടായ റീസൺസും എല്ലാം. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഇറ്റ് വാസ് റിയലി സ്കേറി ടു ഹിയർ. പക്ഷേ ഏകദേശം ഞങ്ങളുടെ മുടിവെട്ടൽ പരിപാടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കാണാൻ റെഡിയാണോ? ഹിയർ ഇറ്റ് ഈസ്. ഞാൻ വിചാരിച്ചതിലും കൂടുതലും ഗൈസ് എനിക്ക് എൻ്റെ ഈ പുതിയ ഹെയർ സ്റ്റൈൽ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് നന്നായിട്ട് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ രണ്ടാൾക്കും ഈ ഒരു മേക്ക് ഓവർ ചെയ്ത് തന്നിരിക്കുന്നത്. അവരോട് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് കുറേ ബാക്കി കാര്യങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വൈശുവും വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.
അതിനുശേഷം ഞങ്ങൾ ആ ഒരു സിറ്റിയുടെ കുറച്ച് ഭംഗി ആസ്വദിക്കാം എന്ന് വിചാരിച്ച് ചെറിയൊരു ഈവനിങ് വാക്കൊക്കെ പ്ലാൻ ചെയ്ത് നടന്ന് ഞങ്ങൾ കയറി ചെന്നത് ദേ ചർച്ചിലേക്കാണ്. വൈ? ബിക്കോസ് ഇറ്റ് വാസ് so beautiful there. And yes, I was so happy with my new hairstyle and അതിൻ്റെ മാക്സിമം ഭംഗി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? വിച്ച് ഈസ് ക്വൈറ്റ് ട്രൂ, ബിക്കോസ് നല്ല സന്തോഷം വരുമ്പോൾ ചെറിയ വട്ട് എനിക്ക് ഇളകാറുണ്ട്. മേ ബി ദാറ്റ്സ് ദ വേ ഹൗ ഐ ഷോ മൈ എക്സൈറ്റ്മെൻറ്റ്. ആൻഡ് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും, വിച്ച് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് വിശക്കുന്നു എന്നുള്ളൊരു സത്യം ഞങ്ങൾ ചെറുതായി മനസ്സിലാക്കിയത്. അതുകൊണ്ട് നേരെ വിട്ടു ഈസ്റ്റ് ഹാമിലെ ദേ ചായക്കട എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. ആൻഡ് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. ആൻഡ് ഞങ്ങൾ ചായക്കടയിലെ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് പഴയ മലയാളം പാട്ടൊക്കെ കേട്ട് നല്ലൊരു ക്രിസ്മസ് വൈബും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. മോശം പറയരുതല്ലോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് കേരളത്തിലെത്തിയ ഒരു ഫീലായിരുന്നു അവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ. പ്ലസ് ആ ഒരു ആംബിയൻസും പാട്ടും എല്ലാം കൂടെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സാറ്റർഡേ ഔട്ടിംഗ് എല്ലാം റാപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി ഞാനും വൈശുവും കൂടെ വളരെ ഹാപ്പിയായി ഞങ്ങളുടെ ആ ഒരു ദിവസം ഞങ്ങൾ അവസാനിച്ചു. അങ്ങനെ വീഡിയോ കണ്ടതിൽ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.